നമസ്കാരം. നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങളെ കുറിച്ചിട്ടാണ്. റോബർട്ട് എച്ച് വിറ്റാകറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ട് 5 ഗ്രൂപ്പുകളാണ് ഉള്ളതെന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലി. അങ്ങനെ 5 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്, അല്ല 5 കിങ്ഡമാണുള്ളത്. ഈ 5 കിങ്ഡത്തിലായിട്ടാണ് ഓർഗാനിസങ്ങളെല്ലാം തിരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പായിട്ടുള്ള കിങ്ഡം മൊണീറയെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. മൊണീറ മെമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത പ്രോക്യാരിയോട്ടുകളാണ് ഈ മൊണീറ മെമ്പേഴ്സിനകത്ത് വരുന്നത്. പ്രധാനപ്പെട്ട മൊണീറ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഇൻ ദി കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയ്ക്കകത്ത് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കിങ്ഡം മൊണീറയ്ക്കകത്തുള്ള ബാക്ടീരിയകളെ അവരുടെ ഷേപ്പിനനുസരിച്ചിട്ട് പ്രധാനമായിട്ടും 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഷേപ്പിനനുസരിച്ചിട്ട് അതിൽ ഒന്നാമത്താണ് കോക്കസ്. അതായത് സ്പെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയകളാണ് കോക്കസിനകത്ത് വരുന്നത്. അതേപോലെ റോഡ് ഷേപ്ഡ് ബാക്ടീരിയകളെ നമുക്ക് ബാസിലസ് എന്ന് പറയുന്ന അടുത്ത ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ കോക്കസ് സ്പെറിക്കൽ ഷേപ്പ്, റോഡ് ഷേപ്പ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദണ്ടുകൾ പോലെ ഇരിക്കുന്നതാണ് റോഡ് ഷേപ്പ്, സ്പെറിക്കൽ ഷേപ്പ് നമുക്കറിയാം. അപ്പോൾ ബാസിലസ് എന്ന് പറയുന്നത് റോഡ് ഷേപ്ഡ് ബാക്ടീരിയകളാണ്. സ്പൈറില്ലം എന്ന് പറയുന്ന മൂന്നാമത്തെ ഗ്രൂപ്പിൽ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയകളാണ്. അതേപോലെ തന്നെ കോമ ഷേപ്ഡ് ബാക്ടീരിയകളാണ് വിബ്രിയം എന്ന് പറയുന്ന 4ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മൊണീറ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളുള്ള ജീവികളാണ് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ബാക്ടീരിയകളാണ് കിങ്ഡം മൊണീറയെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്ടീരിയകളെ അവരുടെ ഷേപ്പിനനുസരിച്ചിട്ട് 4 ഗ്രൂപ്പുകളായി പ്രധാനമായും തിരിച്ചിട്ടുണ്ട്. സ്പെറിക്കൽ ഷേപ്ഡ് കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, സ്പൈറൽ ഷേപ്ഡ് സ്പൈറില്ലം, കോമ ഷേപ്ഡ് വിബ്രിയം എന്നതാണ് 4 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഷേപ്പിനനുസരിച്ച് തിരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ആർക്കിബാക്ടീരിയ, യു ബാക്ടീരിയ എന്ന് പറയുന്ന 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതായത് ഷേപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കോക്കസ്, ബാസിലസ്, സ്പൈറില്ലം, വിബ്രിയം എന്ന് പറഞ്ഞ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചത്. അതല്ലാതെ ബാക്ടീരിയകളെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഒന്ന് ആർക്കി ബാക്ടീരിയ, 2 യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, അങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് തരംതിരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആർക്കി ബാക്ടീരിയകളിൽ പറയുന്നത് ബാക്ടീരിയകൾ, അതായത് എക്സ്ട്രീം കണ്ടീഷൻസിൽ കാണപ്പെടുന്ന, അതായത് നോർമലായിട്ടുള്ള കണ്ടീഷൻസിനകത്ത് അല്ലാതെ അതിജീവിക്കാൻ പ്രയാസമുള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ പറയുന്ന പേരാണ് ആർക്കി ബാക്ടീരിയകൾ. പ്രധാനമായിട്ടും അങ്ങനെ ഒരു എക്സ്ട്രീം കണ്ടീഷൻസിനകത്ത് അവർക്ക് കാണണമെങ്കിൽ അവരെ അതിന് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ അവർക്ക് തരണം ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത് അവരുടെ കോശത്തിൻ്റെ ആവരണങ്ങളായിരിക്കും. അതായത് സെൽ വാളിനകത്തുള്ള ഘടനയോ അല്ലെങ്കിൽ സെൽ വാളിനകത്തുള്ള എന്തെങ്കിലും പ്രത്യേകതകളോ ആയിരിക്കാം. അപ്പോൾ ആർക്കി ബാക്ടീരിയകൾ എന്ന് പറയുന്നത് എക്സ്ട്രീം കണ്ടീഷൻസിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ്. അതായത് സർവൈവ് ചെയ്യാൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കും. അതിനവരെ പ്രാപ്തരാക്കുന്നത് അവരുടെ കോശത്തിൻ്റെ ആവരണം അല്ലെങ്കിൽ കോശ ഭിത്തിക്കകത്തുള്ള പ്രത്യേകതകളായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ആർക്കി ബാക്ടീരിയയിൽ ഇവിടെ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ആണ് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് പറയുന്നത് എക്സ്ട്രീം സാൾട്ട് കണ്ടീഷൻസിൽ കാണപ്പെടുന്ന ഓർഗാനിസംസ് ആണ്. അതായത് ലവണാംശം ഏറ്റവും കൂടുതൽ, ലവണാംശം എക്സ്ട്രീം ആയിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആർക്കി ബാക്ടീരിയാസിനെ പറയുന്ന പേരാണ് ഹാലോഫൈൽസ്. അതോടൊപ്പം തന്നെ ഹോട്ട് സ്പ്രിങ്സ്, അതായത് എക്സ്ട്രീം ടെമ്പറേച്ചറിലും അല്ലെങ്കിൽ എക്സ്ട്രീം അസിഡിക് കണ്ടീഷൻസിനകത്തൊക്കെ കാണപ്പെടുന്ന ആർക്കി ബാക്ടീരിയകളാണ് നമ്മൾ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മെത്തനോജൻസ്,
മാർഷി ഏരിയാസിനകത്താണ് കാണപ്പെടുന്നത്. മാർഷി ഏരിയാസിനകത്ത് മാത്രമല്ല, റൂമിനൻ്റ് അനിമൽസിൻ്റെ, അതായത് നമ്മുടെ പശു അതുപോലുള്ള ഓർഗാനിസത്തിൻ്റെയൊക്കെ ഗട്ടിനകത്ത്, ഇൻറ്റേർണൽ ഓർഗൻസിനകത്ത്, ഡൈജസ്റ്റീവ് പാർട്ടിനകത്ത് കാണപ്പെടുന്ന ഓർഗാനിസംസ് ആണ്. മീഥേൻ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെത്തനോജൻസിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ 3 തരത്തിലുള്ള ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ആർക്കി ബാക്ടീരിയക്കകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, രണ്ടാമത് മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൂടെ പറയുന്നുണ്ട് ബാക്ടീരിയകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഒന്ന് ആർക്കി ബാക്ടീരിയ, 2 യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സാധാരണ സാഹചര്യങ്ങളിൽ അല്ലാതെ എക്സ്ട്രീം കണ്ടീഷൻസിൽ, അതായത് സർവൈവ് ചെയ്യാൻ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ പറയുന്ന പേരാണ് ആർക്കി ബാക്ടീരിയ. അതിനവരെ പ്രാപ്തരാക്കുന്ന അവരുടെ കോശത്തിൻ്റെ ഭിത്തിക്കകത്തുള്ള പ്രത്യേകതകളാണ്. അപ്പോൾ ഡിഫറെൻ്റ് അവരുടെ സെൽ വാൾ സ്ട്രക്ചറിനകത്തുള്ള പ്രത്യേകതകളാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും 3 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഒന്ന് ഹാലോഫൈൽസ്, 2 തെർമോഅസിഡോഫൈൽസ്, 3 മെത്തനോജൻസ്. ഓക്കെ, നമുക്കിനി പറയാനുള്ളത് യു ബാക്ടീരിയകളെ കുറിച്ചിട്ടാണ്. യു ബാക്ടീരിയകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരല്ലാതെ നമ്മുടെ സാധാരണ ബാക്ടീരിയ, ട്രൂ ബാക്ടീരിയ വിത്ത് റിജിഡ് സെൽ വാൾ, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ബാക്ടീരിയ, വ്യക്തമായ കോശഭിത്തിയോട് കൂടിയ ട്രൂ ബാക്ടീരിയാസിനെ നമ്മൾ പറയുന്ന പേരാണ് യു ബാക്ടീരിയ. അപ്പോൾ സാധാരണ കിങ്ഡം മൊണീറയ്ക്കകത്തുള്ള ബാക്ടീരിയ മെമ്പേഴ്സിനെ നമ്മൾ ഷേപ്പിനനുസരിച്ച് 4 ഗ്രൂപ്പായി തിരിച്ചു. സ്പെറിക്കൽ ഷേപ്ഡ് കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, സ്പൈറൽ ഷേപ്ഡ് സ്പൈറില്ലം, കോമ ഷേപ്ഡ് വിബ്രിയം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കണ്ടീഷൻസിനകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയകളാണ്. അതിൽ 3 ആൾക്കാരാണ് ഹാലോഫൈൽസ്, തെർമോ അസിഡോഫൈൽസ്, മെത്തനോജൻസ്. പിന്നീടാണ് നമ്മൾ യു ബാക്ടീരിയയിൽ കടന്നത്. They are true bacteria with rigid cell wall. വ്യക്തമായ കോശഭിത്തിയോട് കൂടിയ ട്രൂ ബാക്ടീരിയാസിനെ പറയുന്ന പേരാണ് യു ബാക്ടീരിയസ്. നമ്മൾ ഇനി കടക്കുന്നത് ബാക്ടീരിയകളുടെ ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ്, അതായത് ആഹാര സമ്പാദന രീതിയെ കുറിച്ചിട്ട് ആണ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ആഹാര സമ്പാദന രീതികൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ന്യൂട്രീഷൻ കാണിക്കുന്ന ബാക്ടീരിയകളുണ്ട്. ഓട്ടോട്രോപ്സും ഉണ്ട്, ഹെറ്ററോട്രോപ്സും ഉണ്ട്. മെജോറിറ്റി ഓഫ് ബാക്ടീരിയകളും ഹെറ്ററോട്രോപ്സ് ആണ്, അതായത് പരപോഷികളാണ്. ഹെറ്ററോട്രോപ്സ് ആയിട്ടുള്ള ബാക്ടീരിയകളിൽ തന്നെ 3 രീതിയിൽ പരപോഷികളായിട്ടുള്ള ബാക്ടീരിയകൾ കാണുന്നുണ്ട്. അത് 3 രീതിയിൽ ഹെറ്ററോട്രോപ്സ് കാണിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് സാപ്രോഫൈറ്റ്സ്. നമുക്കറിയാം, സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അതായത് ചത്തതും ചീഞ്ഞതുമായിട്ടുള്ള പാർട്ടിൽ നിന്നും ആഹാരത്തെ എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സാപ്രോഫൈറ്റ്സ് നമ്മൾ പറഞ്ഞു. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നും ആഹാരത്തെ സ്വീകരിക്കുന്ന ബാക്ടീരിയയിലാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ചത്തതും ചീഞ്ഞതുമായിട്ടുള്ള പാർട്ടിൽ നിന്നും ആഹാരം എടുക്കുന്ന ജീവികളെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പാരസൈറ്റ്സ് ഉണ്ട്. അതായത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും, അതായത് ജീവികളെ ഡിപ്പെൻഡ് ചെയ്ത് അവരിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നവരെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം സിംബയോട്ടിക് ഓർഗാനിസംസ് ഉണ്ട്. അതായത് മറ്റൊരു ജീവിയുമായി മ്യൂച്വലിസത്തിൽ ഏർപ്പെട്ട്, അതായത് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുത്ത് അതിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നവരെയാണ് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ വഴി ആഹാരം സ്വീകരിക്കുന്ന ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. റൈസോബിയം ബാക്ടീരിയ അതിന് ഉദാഹരണങ്ങളാണ്. അതായത് റൈസോബിയം ബാക്ടീരിയയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മളെ അതായത് നൈട്രജനെ ഫിക്സ് ചെയ്ത് പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് റൂട്ടിൽ നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് വഴി അതിൽ നിന്നും അവർക്ക് ആഹാരം സ്വീകരിക്കാനും പറ്റുന്നു. അപ്പോൾ അതൊരു സിംബയോട്ടിക് അസോസിയേഷനാണ്. പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു, തിരിച്ചവർക്ക് ഫുഡ് കിട്ടുന്നു. അതൊരു ഹെറ്ററോട്രോപ്പിസം കാണിക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. അതിൻ്റെ റൈസോബിയം ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 3 രീതിയിലാണ് ഹെറ്ററോട്രോപ്പിസം നമ്മുടെ ബാക്ടീരിയകൾ കാണിക്കുന്ന ന്യൂട്രീഷനകത്ത്. അതായത് പരപോഷികളായിട്ടുള്ള ബാക്ടീരിയകൾ ഈ 3 രീതിയിലായിരിക്കും ആഹാരം സ്വീകരിക്കുന്നത്. ചത്തതും ചീഞ്ഞതുമായിട്ടുള്ള ആഹാരം സ്വീകരിക്കുന്നവരെ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ, ജീവികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരിൽ നിന്നും ആഹാരം എടുക്കുന്ന പാരസൈറ്റ്സ് ഉണ്ട്, മ്യൂച്വലിസം വഴി ആഹാരം എടുക്കുന്ന സിംബയോട്ടിക് ബാക്ടീരിയകളുണ്ട്. ഇനി ചില ബാക്ടീരിയകൾ ഓട്ടോട്രോപ്പിസം കാണിക്കുന്നുണ്ട്. അതായത് സ്വപോഷികളായിട്ടുള്ള ബാക്ടീരിയകളുമുണ്ട്. സ്വപോഷികളായിട്ടുള്ള ബാക്ടീരിയയിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളവരുണ്ട്. അതായത് പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം സ്വീകരിക്കുന്നവരുണ്ട്. സസ്യങ്ങളെ പോലെ സൗരോർജം ആഗിരണം ചെയ്ത്, അതായത് ലൈറ്റ് എനർജി ഉപയോഗിച്ച്, പ്രകാശ ഊർജം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന
ബാക്ടീരിയകളുണ്ട്. ബാക്ടീരിയോ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് അവരുടെ ബോഡിക്കകത്ത് കാണുന്നുണ്ട്, നമ്മുടെ പ്ലാന്റ്സിൽ പിഗ്മെന്റ് കാണുന്നത് പോലെ തന്നെ. അപ്പോൾ അവർ ലൈറ്റിനെ ആഗിരണം ചെയ്ത് ആ ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ബാക്ടീരിയകളുണ്ട്, ആ ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള ബാക്ടീരിയ. അതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള ചില ഓർഗാനിക് സബ്സ്റ്റൻസ്, ചില സബ്സ്റ്റൻസുകളിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തി ആ കെമിക്കൽ എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആഹാരം സമ്പാദിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. അപ്പോൾ കെമിക്കൽ എനർജി ഉപയോഗിച്ച് ആഹാരം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ രാസ ഊർജം ഉപയോഗിച്ച് ആഹാരം സ്വീകരിക്കുന്ന ബാക്ടീരിയകൾ ആണ് കീമോസിന്തറ്റിക്കിനകത്ത് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ രാസ സംശ്ലേഷണം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശമൂർജ്ജം ഉപയോഗിച്ചിട്ടാണ് അവർ ആഹാരം സ്വീകരിക്കുന്നതെങ്കിൽ, ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അവരെ നമ്മൾ ഫോട്ടോസിന്തറ്റിക് എന്ന് പറയും. ഇവർ രണ്ടുപേരും ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികളുടെ ഗ്രൂപ്പിൽ വരുന്നു. അപ്പോൾ നമ്മൾ ബാക്ടീരിയകളുടെ ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്ടീരിയകളുടെ ന്യൂട്രീഷനിൽ ഓട്ടോട്രോപ്സും ഹെട്രോട്രോപ്സും ഉണ്ട്. മെജോറിറ്റി, അതായത് കൂടുതലും ഹെട്രോട്രോപ്സ് ആണ്. ഹെട്രോട്രോപ്സിൽ തന്നെ സാപ്രോഫൈറ്റ്സ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. അതുപോലെ ഓട്ടോട്രോപ്സിൽ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, കീമോസിന്തറ്റിക് ഉണ്ട്. നമുക്കിനി പറയാനുള്ളത് യൂബാക്ടീരിയയുടെ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. റീപ്രൊഡക്ഷൻ പാർട്ടിൽ ഈ പ്രത്യുൽപാദനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്ടീരിയകൾ പ്രധാനമായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ് അല്ലെങ്കിൽ ദ്വിവിഭജനം വഴിയാണ്. അതായത് ഒരു കോശം, ആ കോശം വലുതാവുകയും അത് ഡിവൈഡ് ചെയ്ത് രണ്ട് പുതിയ കോശങ്ങളായി മാറുകയും ചെയ്യും. നമുക്കറിയാം പ്രോക്യാരിയോട്ടുകളാണ് ഇവർ, അതായത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ്. അതോടൊപ്പം തന്നെ ഏകകോശ ജീവികളായിരിക്കും എല്ലാവരും. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവി, ആ കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളാവുക എന്ന് പറഞ്ഞാൽ ഒരു ജീവി വിഭജിച്ച് രണ്ട് ജീവികളായിട്ട് മാറുക എന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ബാക്ടീരിയകൾ അല്ലെങ്കിൽ യൂബാക്ടീരിയകൾ പ്രത്യുൽപാദനം നടത്തുന്നത്, റീപ്രൊഡക്ഷൻ നടത്തുന്നത് ബൈനറി ഫിഷൻ വഴിയാണ് അല്ലെങ്കിൽ ദ്വിവിഭജനം വഴിയാണ്. കോശം ഡിവൈഡ് ചെയ്ത് രണ്ട് കോശങ്ങളായിട്ട് മാറും. ഇനി അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ, അതായത് ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും സാധാരണ രീതി, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സലൈനിറ്റി കൂടുന്നു അല്ലെങ്കിൽ അവരുടെ ലവണാംശം കൂടുന്നു, അങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പ്രയാസമുള്ള കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ബാക്ടീരിയകൾ സാധാരണ രീതിയിൽ അവരുടെ കോശത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കവറിങ് ഉണ്ടാക്കി ഒരു റെസിസ്റ്റീവായിട്ടുള്ള സ്ട്രക്ചറായി മാറുകയും ചെയ്യുന്നു. അതായത് പ്രതിരോധശേഷിയുള്ള ഒരു സ്ട്രക്ചറായി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പോറുകൾ എന്ന് പറയും. സ്പോറുകൾ ഹൈലി റെസിസ്റ്റീവാണ്, അത് പ്രതിരോധശേഷി കൂടുതലാണ്. അവർക്ക് ടെമ്പറേച്ചറിനെയും അല്ലെങ്കിൽ ലവണാംശത്തേക്ക് ഒരു പരിധി വരെ അതിജീവിക്കാനുള്ള ശേഷി. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ബാക്ടീരിയകൾ സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു, റെസിസ്റ്റീവായിട്ടുള്ള സ്പോറുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നീട് ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും സ്പോറുകൾ ഡെവലപ്പ് ചെയ്ത് ബാക്ടീരിയകളായി മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ചില ബാക്ടീരിയകൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം നടത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്യാമേറ്റുകളുടെ ഫ്യൂഷൻ വഴിയാണ് സാധാരണ രീതി. പക്ഷേ ഇവിടുത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നത് ബാക്ടീരിയകളിലുള്ള ഡി എൻ എ ഫുള്ളായിട്ടുള്ള ഡി എൻ എയുടെ ഒരു പാർട്ട് ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റൊരു ബാക്ടീരിയയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ചില ബാക്ടീരിയകൾ അവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. അങ്ങനെ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ബാക്ടീരിയകൾ അവരുടെ പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഒന്ന് ബൈനറി ഫിഷൻ, മെജോറിറ്റി ബൈനറി ഫിഷൻ വഴിയാണ് അല്ലെങ്കിൽ ദ്വിവിഭജനം വഴിയാണ്. അതായത് അവരുടെ ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളായി മാറുന്നു. ഏകകോശ ജീവികളായതുകൊണ്ട് തന്നെ ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളാവുകയാണെന്ന് പറഞ്ഞാൽ ഒരു ജീവി വിഭജിച്ച് രണ്ട് പുതിയ ജീവികളാവുക. അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ സ്പോറുകളെ, റെസിസ്റ്റീവായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള സ്പോറുകളെ ഉൽപ്പാദിപ്പിക്കുകയും സ്പോറുകളിൽ നിന്ന് പുതിയ ഓർഗാനിസം ആവുകയും ചെയ്യും. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് DNA ട്രാൻസ്ഫർ വഴിയാണ്. പാർട്ട് ഓഫ് ദ DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയ, ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ബാക്ടീരിയകളിലെ റീപ്രൊഡക്ഷനിലേക്ക് നമ്മൾ വരുന്ന കാര്യം. നമുക്ക് ഇനി പറയാനുള്ളത് യു ബാക്ടീരിയയുടെ മറ്റൊരു ക്ലാസിഫിക്കേഷനെ കുറിച്ച്, യു ബാക്ടീരിയകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ആദ്യമേ മൊണീറ മെമ്പോസിനെ
ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്ന് തിരിച്ചു. ആർക്കി ബാക്ടീരിയക്കകത്ത് തന്നെ ഹാലോഫൈൽസും തെർമോഅസിഡോഫൈൽസും മെത്തനോജൻസും വന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ബാക്ടീരിയകളുടെ ന്യൂട്രീഷനെ കുറിച്ചിട്ടും അവരുടെ റീപ്രൊഡക്ഷൻ, യു ബാക്ടീരിയകളുടെ ന്യൂട്രീഷനെ കുറിച്ചും അവരുടെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടുമാണ്. ഇപ്പോൾ യു ബാക്ടീരിയകളെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ആളാണ് സയനോ ബാക്ടീരിയ ആണ്, സയനോ ബാക്ടീരിയ. രണ്ടാമത്തെ ആളാണ് മൈക്കോപ്ലാസ്മ. അപ്പോൾ സയനോ ബാക്ടീരിയയും മൈക്കോപ്ലാസ്മ. സയനോ ബാക്ടീരിയയിലേക്ക് വരുമ്പോഴത്തേക്കും സയനോ ബാക്ടീരിയ നോർമലി ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളാണ്. അതായത് പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകളാണ് സയനോ ബാക്ടീരിയ. സാധാരണ രീതിയിൽ ഇവർ ഒറ്റ കോശമായിട്ട് യൂണിസെല്ലുലാർ ആയിട്ട് കാണാം, ഒറ്റ കോശമായി, ഇൻഡിവിജ്വൽ ഒറ്റ കോശമായിട്ട് കാണാം. അല്ലെങ്കിൽ കുറേ കോശങ്ങൾ ചേർന്ന് കോളനികളായിട്ട് കാണാം. അതുമല്ലെങ്കിൽ കുറേ കോശങ്ങൾ ചേർന്ന് ഫിലമെന്റുകളുടെ രൂപത്തിൽ കാണാം. അങ്ങനെ 3 രീതിയിൽ നമ്മുടെ സയനോ ബാക്ടീരിയക്കകത്തുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ട് കാണാം, ഒറ്റ കോശം മാത്രമായിട്ട് കാണാം, കോളനികളായിട്ട് കാണാം, കുറേ കോശങ്ങൾ കൂടി ചേർന്ന് കോളനികളായിട്ട് കാണാം, ഫിലമെന്റുകളായിട്ടും കാണാം. പിന്നീട് സാധാരണ സൈനോ ബാക്ടീരിയൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയക്കകത്തുള്ള ആൾക്കാർ ഫ്രഷ് വാട്ടറിൽ കാണാം, മറൈൻ അതായത് കടൽ വെള്ളത്തിൽ ലവണാംശം കൂടുതലുള്ള വെള്ളത്തിൽ കാണാം, കരയിലും കാണാം. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ കരയിലും കാണാം. അപ്പം അവർ വെള്ളത്തിലുമുണ്ട് കരയിലുമുണ്ട്. ഫ്രഷ് വാട്ടറായിട്ട് കാണുന്നുണ്ട്, ലവണാംശമുള്ള വെള്ളത്തിൽ കാണും. ലവണാംശം ഇല്ലാത്ത വെള്ളമാണ് നമ്മൾ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ചില സൈനോ ബാക്ടീരിയൽ മെമ്പേഴ്സിന് അവരുടെ ഫിലമെന്റിലുള്ള, ഫിലമെന്റ് എന്ന് പറയുമ്പോൾ കുറേ സൈനോ ബാക്ടീരിയൽ സെൽസ് കൂടിച്ചേർന്നിട്ടാണ് ഫിലമെന്റുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായ ഫിലമെന്റുകളിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സെല്ലുകളുണ്ട്, ഹെട്രോസിസ്റ്റ്. ഒരു ബാരൽ ഷേപ്ഡ് സെല്ലുകളാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന ബാരൽ ഷേപ്ഡ് സെല്ലുകളാണ്. അപ്പോൾ ഈ സെല്ലുകളിൽ നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ചില സൈനോ ബാക്ടീരിയൽ മെമ്പേഴ്സ്. അതിന് എക്സാമ്പിളാണ് നോസ്റ്റോക്ക് അല്ലെങ്കിൽ അനബീന എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ. അപ്പോൾ സൈനോ ബാക്ടീരിയകളെ കുറിച്ച് പറയുമ്പോൾ ചില സൈനോ ബാക്ടീരിയ ഫിലമെന്റസ് ആണ്, പ്രധാനമായിട്ടും ഫിലമെന്റസ് ആയിട്ട് കാണുന്നത്. ആ ഫിലമെന്റസ് ആയിട്ട് കാണുന്ന ചില സൈനോ ബാക്ടീരിയകളിൽ ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ആ സെല്ലുകളിൽ നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവരെ നമുക്ക് പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിൽ സാധാരണ സൈനോ ബാക്ടീരിയകൾ കാണാറുണ്ട് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ചില സൈനോ ബാക്ടീരിയകളിൽ, ഫിലമെന്റസ് ആയിട്ടുള്ള സൈനോ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഹെട്രോസിസ്റ്റ്. ഹെട്രോസിസ്റ്റിന് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സൈനോ ബാക്ടീരിയകളെ കുറിച്ച് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അവർ പ്രധാനമായിട്ട് ഫോട്ടോസിന്തറ്റിക് ആണ്, അതേപോലെ പ്രകാശ സംശ്ലേഷണം നടത്താൻ ശേഷിയുള്ളവരാണ്, യൂണിസെല്ലുലാർ ആയിട്ട് ഒറ്റ കോശം മാത്രമായിട്ട് കാണുന്നുണ്ട്, കുറേ കോശങ്ങൾ ചേർന്ന് കോളനീസ് ആയിട്ട് കാണുന്നുണ്ട്, ഫിലമെന്റിന്റെ രൂപത്തിൽ കാണുന്നുണ്ട്. ഫ്രഷ് വാട്ടറാണ്, മറൈനാണ്, ടെറസ്ട്രിയൽ ആയിട്ടും കാണുന്നുണ്ട്. ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണുന്നുണ്ട്, നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യും. ഇനി യു ബാക്ടീരിയക്കകത്തുള്ള രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയിലേക്ക് വരുമ്പോൾ മൈക്കോപ്ലാസ്മ സാധാരണ രീതിയിൽ അനൈറോബിക് ആയിരിക്കും. അതായത് ഓക്സിജൻ ഉപയോഗിക്കാതെ റെസ്പിയർ ചെയ്യുന്ന ഓർഗൻസ്. അതായത് അവർക്ക് റെസ്പിറേഷൻ നടത്താൻ ഓക്സിജന്റെ പ്രസൻസ് ആവശ്യമില്ല, അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുന്നവരാണ്, അവായു ജീവികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അനൈറോബിക് ആണ്. അവർക്ക് സെൽ വാൾ ഉണ്ടാകില്ല. നമ്മൾ യു ബാക്ടീരിയകളിലേക്ക് വരുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ ട്രൂ ബാക്ടീരിയ വിത്ത് റിജിഡ് സെൽ വാൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ സെൽ വാൾ കാണില്ല മൈക്കോപ്ലാസ്മയിലേക്ക് വരുമ്പോഴത്തേക്ക്. അതോടൊപ്പം തന്നെ ഉള്ളതിൽ വെച്ച് സ്മോളസ്റ്റ് സെല്ലാണ്. മിക്കവാറുമുള്ള എല്ലാ മൈക്കോപ്ലാസ്മ മെമ്പേഴ്സും മറ്റുള്ള ജീവിക്ക് പാത്തോജനിക്കാണ്, അതായത് രോഗം ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാണ്. ഇത് ജനറലായിട്ടൊന്ന് പറഞ്ഞാൽ മതി. പ്രധാനമായിട്ടും 2 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മുടെ യു ബാക്ടീരിയൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഒന്ന് സൈനോ ബാക്ടീരിയയും, 2 മൈക്കോപ്ലാസ്മയും. സൈനോ ബാക്ടീരിയയുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ പറഞ്ഞു. മൈക്കോപ്ലാസ്മയിലേക്ക് വരുമ്പോൾ അവർ അനൈറോബിക് ആണ്, വ്യക്തമായ കോശഭിത്തി ഇല്ല, അതോടൊപ്പം തന്നെ സ്മോളസ്റ്റ് സെല്ലാണ്, ഏറ്റവും ചെറിയ സെല്ലായിരിക്കും. അതോടൊപ്പം തന്നെ പാത്തോജനിക്, മറ്റുള്ള ജീവികൾക്ക് പാത്തോജനിക്കാണ് അവർ, അതായത് രോഗങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാണ്. ഇതാണ് യു ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ, സൈനോ ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, അങ്ങനെയാണ് രണ്ടായിട്ട് തിരിച്ചത്. അപ്പോൾ ആർക്കി ബാക്ടീരിയകളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടുത്തെ എക്സ്ട്രീം കണ്ടീഷൻസിനകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഹാലോഫൈൽസ്, തെർമോഅസിഡോഫൈൽസും മെത്തനോജൻസും പറഞ്ഞിരുന്നു. യു ബാക്ടീരിയകളിലേക്ക് വരുമ്പോഴത്തേക്ക് റിജിഡ് സെൽവാളുള്ള ട്രൂ ബാക്ടീരിയകളാണെന്നാണ് നമ്മളവിടെ പറഞ്ഞത്. അതിനുശേഷം യു ബാക്ടീരിയകളുടെ
ന്യൂട്രീഷനെ കുറിച്ച് പറഞ്ഞു, ആഹാര സമ്പാദന, ഹെറ്ററോട്രോപ്സും ഓട്ടോട്രോപ്സും പറഞ്ഞു. അവരുടെ റീപ്രൊഡക്ഷൻ പറഞ്ഞു, ബൈനറി ഫിഷൻ വഴിയുണ്ട്, സ്പോറുകൾ ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചും പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് അവരുടെ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്, സൈനോബാക്ടീരിയ അതുപോലെ മൈക്കോപ്ലാസ്മ. സൈനോബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, മൈക്കോപ്ലാസ്മയുടെ ക്യാരക്ടേഴ്സും പറഞ്ഞു. ഇത്രയുമാണ് കിങ്ഡം മൊണീറയിൽ നമുക്ക് പഠിക്കാനുള്ളത്.